ഇറാൻ ഔദ്യോഗികമായി യുദ്ധം വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസക്സിയാൻ. ട്രംപിന്റെ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇറാൻ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ അധീനത പിടിച്ചെടുത്തിരിക്കുന്നു. ഒരു ചരക്ക് ഗതാഗതവും ഇറാന്റെ സമ്മതമില്ലാതെ ഇനി അതുവഴി കൂടി സഞ്ചാരയോഗ്യമാകില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ചെയ്തു വച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാൻ എത്രത്തോളം കരുത്തരാണ് എന്ന് ഈ ഒരൊറ്റ യുദ്ധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് നഷ്ടം പലതും ഉണ്ടായി, എന്നാൽ അന്തിമമായ വിജയം അത് ഞങ്ങളോടൊപ്പമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് മസൂദ് പെസക്സിയാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇറാന്റെ പരമോന്നതകാരിയായ ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് ശേഷം മകൻ മൊജ്തബ ഖമേനി അധികാരമേറ്റെടുത്തു. മൊജ്തബയെ വധിക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. മൊജ്തബയെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല. ഇറാന്റെ ചരിത്രപരമായ മുന്നേറ്റമാണ് ഈ നാളുകളിൽ കണ്ടത്. അസാധ്യമായ ചെറുത്തുനിൽപ്പ്. ആ ചെറുത്തുനിൽപ്പ് എന്താണെന്നും അതിൻ്റെ തീവ്രത എന്താണെന്നും മനസ്സിലാക്കിയ അമേരിക്ക ഘട്ടം ഘട്ടമായി പിന്മാറുന്ന സാഹചര്യമാണ്. അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നന്നേ കുറവാണ്. ഏതൊക്കെ ബേസ് ക്യാമ്പുകളുണ്ടോ അതൊക്കെ തിരഞ്ഞു പിടിച്ചാക്രമിക്കാൻ ഇറാന് കഴിഞ്ഞു. ഇറാനിലേക്ക് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിക്കാൻ ഉപയോഗിച്ച വലിയ രീതിയിലുള്ള പെൻറ്റഗണിൻ്റെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെയും നീക്കങ്ങൾ അത് താൽക്കാലികമായി അവർക്ക് വലിയ നേട്ടം കുറിച്ചു എന്ന് പറയുമ്പോഴും ഇറാന്റെ പിന്നീടുള്ള ചെറുത്തുനിൽപ്പ് കണ്ട് ലോകരാജ്യങ്ങൾ അമ്പരന്നു. ഇറാന് മേൽ സാമ്പത്തിക ഉപരോധമാണ് ഏർപ്പെടുത്താൻ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ വിവരമറിയും. സാമ്പത്തിക ഉപരോധം വന്നാൽ ഒരു തുള്ളി എണ്ണ പോലും ഈ ലോകരാജ്യങ്ങളിലേക്ക് എത്തില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇനി എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളെ ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ശരിക്കും പെടും. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണ വിറ്റ് ജീവിക്കുന്ന ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും. പിച്ചയെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ അതപ്പതിപ്പിക്കും. ഞങ്ങളോട് കളിച്ചാൽ ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മസൂദ് പെസക്സിയാൻ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വേണം വെല്ലുവിളികൾ നടത്താനുള്ളത്. അമേരിക്കയുടെ തെമ്മാടിത്തരം, എന്തും കാണിക്കാമെന്നുള്ള കുങ്ക്, അതിനെല്ലാം കിട്ടിയ മറുപടിയാണ്. ഡൊണാൾഡ് ട്രംപിനെ എത്രയും പെട്ടെന്ന് തലയ്ക്ക് വെളിവില്ലാത്തവനെന്ന് പറഞ്ഞ് എടുത്തെറിയുന്നതായിരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇനി ആകെ ചെയ്യേണ്ടത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് വീണ്ടും അധികാരത്തിലേക്ക് നാണവും മാനവും ഇല്ലാതെ കടന്നുകൂടിയ ഡൊണാൾഡ് ട്രംപിനെ പഞ്ഞിക്കിടുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മുമ്പിൽ ഇനി സാഷ്ടാംഗ കീഴടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. നേരത്തെ എന്താണ് ഇറാനോട് പറഞ്ഞത്? അൺകണ്ടീഷണൽ സറണ്ടർ എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് ഡൊണാൾഡ് ട്രംപ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഇറാൻ മനസ്സിലാക്കി കൊടുത്തല്ലോ. നല്ല കാര്യം.